ഇതെല്ലാം മുകളിലിരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനു. ഒരു നിമിഷം അവൾ സ്വയം തകർന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ സ്വയം പറ്റിക്കപ്പെട്ടു. എന്നിട്ടും ആളുകൾ എന്താ അവളെ തെറ്റുകാരിയാക്കുന്നതെന്ന് ആലോചിച്ച് അവൾ കുഴഞ്ഞു. എല്ലാത്തിലും പെൺകുട്ടികളെ മാത്രം കുറ്റം പറയുന്നതോർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. എത്ര പെട്ടെന്നാണ് താൻ എല്ലാവരുടെ മുമ്പിലും ഒരു തെറ്റുകാരിയായി ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷെ അപ്പോഴും ഇത്ര നിർബന്ധമായിട്ട് നന്ദുവിൻ്റെ വിവാഹം നടത്താൻ മാത്രമുള്ള എന്ത് കാര്യമാണുള്ളത് എന്നവൾക്ക് മനസ്സിലായില്ല. പിന്നെ നിമിഷങ്ങൾക്ക് ശേഷം ദേവി അനുവിൻ്റെ റൂമിലേക്ക് വന്നു. അവൾ അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു. ദേവിയെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു. ദേവി അവളുടെ അടുത്ത് ചെന്നിരുന്നു. അനു മോളെ, അമ്മയൊരു കാര്യം പറഞ്ഞ മോൾ കേൾക്കുമോ? ദേവി അത്രയും പറഞ്ഞപ്പോഴേക്കും അനുവിൻ്റെ കാര്യം മനസ്സിലായിരുന്നു. അതുകൊണ്ടാവാം പിന്നെ അവൾ പറഞ്ഞു തുടങ്ങിയത്. അവർ വന്നത് നന്ദുവിനെ പെണ്ണ് കാണാനാണ്, അല്ലാതെ എൻ്റെ വിവാഹം നടത്താനല്ല. പിന്നെ അവരുടെ ഡിമാൻഡൊന്നും അംഗീകരിച്ച് നമ്മൾ ഈ വിവാഹം നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. അവരല്ലെങ്കിൽ അവൾക്ക് വേറെ നല്ല ആലോചനകൾ വരും. അതുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. പിന്നെ ദേവി താഴേക്കും പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇതിനെ ചൊല്ലി ആരും അനുവിനോടൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ നന്ദു എപ്പോഴും ആബ്സെൻറ്റ് മൈൻഡായിരുന്നു. അത് പലപ്പോഴായി അനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അനുവിനെ ദേവി താഴേക്ക് വിളിപ്പിച്ചു. അവൾ താഴേക്ക് ചെന്നപ്പോൾ അവിടെ ദേവിയോടൊപ്പം കിഷോറും നന്ദുവും സോഫയിലിരിക്കുന്നുണ്ട്. പിന്നെ ദേവി അനുവിനോട് അവിടെ ഇരിക്കാനായി പറഞ്ഞു. അതനുസരിച്ച് അവൾ അവിടെ നന്ദുവിൻ്റെ അരികിലായിരുന്നു. ശേഷം എല്ലാവരെയും നോക്കി. അനു, ഇപ്പം നന്ദുവിന് വന്നത് നല്ല ഒരു ആലോചനയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അതങ്ങ് ഉറപ്പിച്ചു. പക്ഷേ നിൻ്റെ വിവാഹം കഴിയാതെ ഇത് നടത്താൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നല്ലൊരാലോചന വന്നിട്ടുണ്ട്. കിഷോർ അനുവിനെ നോക്കാതെ അവളോടായി പറഞ്ഞു. അത് കേട്ടതും ഒരു തരം ആവലാതിയോടെ ദേവി അനുവിനെ നോക്കി. അനു അത് കേട്ടതും ഞെട്ടി എഴുന്നേറ്റു. ശേഷം പറഞ്ഞു, എങ്ങനെ തോന്നി എന്നോടിത് പറയാൻ? ഒരു വട്ടം തന്നെ മതിയായതാ. ഇനിയും എനിക്ക് വയ്യ. പിന്നെ നിയമപരമായി ഞാൻ ഇപ്പോഴും ഗൗതമിൻ്റെ ഭാര്യയാണ്. ആ പദവിയുമായി സ്വയം തൃപ്തി അണിഞ്ഞ് ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. പക്ഷേ വേറൊരാളെ വിവാഹം കഴിക്കാൻ മാത്രം ദൈവത്തെ ഓർത്തെന്നോട് പറയരുത് പ്ലീസ്. പിന്നെ ഇതൊക്കെ ചെയ്താൽ വിവാഹം തന്നെ നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാരണം സ്വപ്നത്തിൽ പോലും ഗൗതമിന് പകരം മറ്റൊരാളെ സങ്കല്പിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതും പറഞ്ഞ് അനു അവിടെ നിന്ന് പോവാനൊരുങ്ങിയപ്പോഴേക്കും നന്ദു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. അത് കണ്ടതും അനു അത്ഭുതത്തോടെ അവൾ പോയ വഴിയെ നോക്കി. ശേഷം ദേവിയെയും കിഷോറിനെയും. അവർ രണ്ടുപേരും മുഖം താഴ്ത്തി അങ്ങനെയിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ അനു ദേവിയുടെ അടുത്തേക്ക് ചെന്നു. ശേഷം അവളുടെ മുമ്പിലായി മുട്ടുകുത്തിയിരുന്നു. പിന്നീട് ചോദിച്ചു, അമ്മേ, എന്താ ഇതൊക്കെ? ഈ കാര്യത്തിൽ എന്തിനാ നന്ദുവിന് ഇത്ര ടെൻഷൻ? ഇത് നടക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് എന്തിനാ അവൾ കരഞ്ഞിട്ട് ഓടിപ്പോയത്? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അനു ഒരു ചെറിയ ഉൾഭയത്തോടു കൂടി ചോദിച്ചു. ആദ്യം ദേവി മൗനം പാലിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു തുടങ്ങി. അത് മോളെ, നന്ദുവും ജീവയും തമ്മിൽ വർഷങ്ങളോളായി പ്രണയത്തിലായിരുന്നു. അത് കേട്ടപ്പോൾ അനു ഒന്ന് ഞെട്ടി. ശരി, ഓക്കെ. പക്ഷെ അമ്മ, ഇപ്പോൾ അർജൻറ്റായി നടത്തേണ്ട കാര്യം എന്താ? നമുക്ക് പിന്നീട് ആലോചിച്ച് സമാധാനത്തിൽ നടത്താലോ. അവൾ അത് പറഞ്ഞതും ദേവി അവളെ ഒന്ന് നോക്കി. മതിയായിരുന്നു, പക്ഷെ ഇനിയും വൈകിയാൻ പറ്റില്ല. കാരണം അവളുടെ വയറ്റിൽ ജീവയുടെ കുഞ്ഞ് വളരുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവി പറഞ്ഞു. അത് കേട്ടതും ഞെട്ടിത്തരിച്ചു നിന്നുപോയി അനു. ഒരക്ഷരം മിണ്ടാൻ പോലും ആവാതെ അവളുടെ കേൾവിയെ അവൾക്ക് സ്വയം വിശ്വസിക്കാനായില്ല. ഒരു നിമിഷം തൻ്റെ കുഞ്ഞനിയത്തി പിഴച്ചുപോയോ എന്നവൾ ചിന്തിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ദേവിയെ ഒന്ന് നോക്കി. ദേവി ദയനീയതയോടെ തിരിച്ചു. അമ്മേ, നമ്മുടെ നന്ദു, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം കേട്ടപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉറപ്പായി. പിന്നെ അവരുടെ വിവാഹം പെട്ടെന്ന് നടത്തുക എന്നൊരു വഴി മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട് വിവാഹം നടത്തുന്നത്. പക്ഷേ ഇപ്പം അവരുടെ ഡിമാൻഡ്, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ്റെ അച്ഛൻ ചന്ദ്രൻ വലിയ പണക്കാരനാണ്. ഒരുപാട് കാല് പിടിച്ചതിന് ശേഷമാണ് ഇതിന് സമ്മതിച്ചത്. പക്ഷെ ഇപ്പോൾ
അവർ അനുവിനെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞു നിർത്തി. അനു ഒരു നിമിഷം തല താഴ്ത്തിയിരുന്നു. ശേഷം കിഷോറിനെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദുവിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. അനു നന്ദുവിൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. നന്ദു അവിടെ ബെഡിൽ കമിഴ്ന്നു കിടന്ന് കരയുകയായിരുന്നു. അനുവിനെ കണ്ടതും അവൾ എഴുന്നേറ്റിരുന്നു. ശേഷം കണ്ണൊക്കെ തുടച്ചു. അനു അവളുടെ അടുത്തായിരുന്നു. ശേഷം അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു, മോളെ, ചേച്ചി കേട്ടതൊക്കെ ശരിയാണോ? അനു ഭയത്തോടു കൂടി അവളോട് അത്രമാത്രം ചോദിച്ചു. അത് കേട്ടതും നന്ദു മൗനം പാലിച്ചു. പക്ഷേ അനു അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ അതേ എന്ന് തലയാട്ടി. പിന്നെ അനു അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ചേച്ചി, എനിക്കറിയാം ചേച്ചിക്ക് സംഭവിച്ചതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്നും ഗൗതമേട്ടനെ ചേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും പിന്നെ ആ സ്ഥാനത്ത് ചേച്ചിക്ക് വേറൊരാളെ സ്വീകരിക്കാനും പറ്റില്ലെന്ന്. ഇൻഫാക്റ്റ് അത് ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലായിരുന്നെങ്കിൽ ഞാൻ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞാൽ. പക്ഷെ ഞാനിപ്പോൾ തികച്ചും നിസ്സഹായ അവസ്ഥയിലാണ്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എനിക്കറിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു. അതൊക്കെ കേട്ട് അനു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൾ നന്ദുവിനെ ചേർത്ത് പിടിച്ചു. അവളെ സമാധാനിപ്പിച്ചു. ആ സമയം അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അനു ഹാളിലേക്ക് പോയി. അവിടെ ദേവിയും കിഷോറും സോഫയിൽ തന്നെ നിസ്സഹായതയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനു അവരുടെ അടുത്തേക്ക് പോയി. ഇവിടെ ചായ കുടിക്കാൻ വരുന്ന ആരെ വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ താലി കെട്ടാൻ കഴുത്തി നീട്ടിക്കൊടുത്തോളാം. എൻ്റെ ജീവിതം ഏതായാലും പോയി. എൻ്റെ നന്ദുവിനെങ്കിലും വേദനയില്ലാത്ത അവൾ ആഗ്രഹിച്ച ആ ജീവിതം കിട്ടട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അനു മുകളിലെ റൂമിലേക്ക് പോയി. ശേഷം വാതിലടച്ചു. അതിന് പിറകിൽ ചാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഊർന്നിറങ്ങി. അവൾ കാലുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി ഇരുന്നു കൊണ്ട് ഒരുപാട് കരഞ്ഞു. പറ്റില്ല ഗൗതം നിന്നെ മറക്കാൻ, അത്രയ്ക്ക് പെട്ടുപോയി. പക്ഷേ ഇപ്പം എനിക്ക് മറ്റൊരാളെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ കണ്ണുനീരൊക്കെ തുടച്ചു. ഇല്ലാനോ, അവനവിടെ നികിതയെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് കഴിയുകയാണ്. പിന്നെ നീ എന്തിനാ അവനെ ഓർത്ത് കരയണം? നിൻ്റെ മുഖം പോലും അവൻ മറന്നു കാണും. പക്ഷെ ശരിക്കും പറ്റുന്നില്ല. ബട്ട് ഇനി എനിക്ക് വേറെ വഴിയില്ല. നന്ദുവിന് വേണ്ടി ഇത് ചെയ്തേ മതിയാവും. ഉള്ളു പിടയുന്നുണ്ടെന്നറിയെങ്കിലും ഗൗതം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുമ്പോഴും അവൾ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നന്ദുവിന് വേണ്ടി മറ്റൊരാൾക്ക് കഴുത്തു നീട്ടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതവളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാവാം അപ്പോഴും ഗൗതമാണ് തനിക്കെല്ലാം എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഗൗതം തനിക്ക് തീർത്തും അപരിചിതനായി മാറിയെന്നും അവനിപ്പോൾ തനിക്ക് ആരുമല്ല എന്നും അവൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും അവളുടെ ഹൃദയം ഗൗതമൻ മാത്രമായി തുടിച്ചുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ വെള്ളാരക്കൽ മുക്കുത്തിയിൽ ചെന്ന് പതിച്ചു. അത് ആ മുക്കുത്തിയുടെ തിളക്കം ഒന്നുകൂടെ കൂട്ടി. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാർ മുറ്റത്ത് വന്ന് നിർത്തി. പെണ്ണു കാണാൻ വന്ന ചെറുക്കനും കൂട്ടരും എത്തിയെന്ന് താഴെ നിന്ന് കിഷോർ വിളിച്ച് പറയുന്നത് അനു കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരു ജീവനില്ലാത്ത ചിരി. അപ്പോഴേക്കും നന്ദു റൂമിലേക്ക് വന്നിരുന്നു. എന്നിട്ട് അവളോട് റെഡിയായി താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. നന്ദുവിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമില്ലായിരുന്നു. കാരണം അവൾക്ക് വേണ്ടിയാണ് അനുവിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നതെന്ന് കുറ്റബോധം അവളുടെ മനസ്സിൽ അലയടിച്ചു. അനു കണ്ണാടിക്ക് മുൻപിലായി നിന്നു. ശേഷം അവൾ ഇതുവരെ മായാതെ സൂക്ഷിച്ച് അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരത്തിലേക്ക് ഒരു നിമിഷം നോക്കി. ശേഷം മുടി മുൻപിലേക്കിട്ട് അത് കാണാത്ത വിധം ചീകി വെച്ചു. ഞാൻ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് വരെ നിന്റെ സിന്ദൂരം ഞാൻ മായാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അവൾ ആ കണ്ണുനീരിന് മുഖം മൂടിയായി ഒരു പുഞ്ചിരി വരുത്തി. ശേഷം താഴേക്ക് പോയി. അവിടെ സ്വീകരണ മുറിയിൽ അവരെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതായിരിക്കാം പയ്യൻ എന്നവൾ ഊഹിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. ആനന്ദ്. അവൾ പോലും അറിയാതെ അവളുടെ അധരങ്ങൾ പതിയെ മുഴിഞ്ഞു.